2000 ആണ്ടിൽ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ വർഷവും സഭയിൽ സാക്ഷ്യം പറയാറുണ്ട്. ബൈബിൾ ഒന്ന് വായിച്ചു തീർക്കണം. എന്നാൽ എനിക്കത് സാധിച്ചിരുന്നില്ല. ബൈബിൾ വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. പക്ഷേ വായിച്ചു തീർക്കണമെന്ന് അത് ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അടയാളം വെച്ചാണ് വായിക്കാറുള്ളത്. പക്ഷേ വായിച്ചു തീർത്തിട്ടില്ല. അങ്ങനെ എനിക്ക് 2021 ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയതാണ്, ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് ബൈബിൾ ഇങ്ങനെ എഴുതിയാലോ എന്ന്. അങ്ങനെ കുറച്ച് പേപ്പർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ അങ്ങനെ എഴുതാൻ തുടങ്ങി. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ 14 മാസം കൊണ്ട് ബൈബിൾ എഴുതി തീർക്കാൻ സാധിച്ചു. എഴുതി തീർന്നുകൊണ്ടല്ല, അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ കുറേ വാക്യങ്ങളൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ മരിച്ചതും അതൊക്കെ വീണ്ടും വീണ്ടും ചിന്തിക്കാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും സാധിച്ചു. പക്ഷേ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല. പുറപ്പാട് എഴുതുമ്പോൾ തന്നെ ദൈവം ഇസ്രായേലിന് ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ദൈവം എത്ര നന്മ ചെയ്താലും ആ ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ പുറകോട്ട് പോകുന്നവരും പെറുപെറുക്കുന്നവരും ആണ്. വീണ്ടും ഒന്നുകൂടി എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഉൽപ്പത്തി എഴുതി തീർന്ന് പുറപ്പാട് എഴുതിക്കൊണ്ട് ഇരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഈ വെളിപാട് പുസ്തകം 1 അധ്യായത്തിൽ പറയുന്നു, ഈ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അത് എഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന്. യെശയ്യായുടെ പുസ്തകത്തിലും പറയുന്ന, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കിനും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല, അവൻ്റെ വായല്ലോ കൽപ്പിച്ചതെന്ന്. അപ്പോൾ നമുക്ക് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഭൂമിയെ വെച്ചും വരാനിരിക്കുന്ന പുതിയ ആകാശത്തും പുതിയ ഭൂമിയിലും നമുക്കിതിനൊരു പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ ജീവനുറങ്ങുന്ന പുസ്തകമാണല്ലോ വിശുദ്ധ ബൈബിൾ. ദൈവം മനുഷ്യർക്ക് തന്ന രക്ഷയുടെ പുസ്തകമാണല്ലോ. അപ്പോൾ ഇത് രക്ഷിക്കപ്പെട്ട മക്കൾ എഴുതുന്ന ഇത്രയും ഒരു അനുഗ്രഹമാണ്. ആരെഴുതിയെന്നാലും ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ടവർക്കാണ് ദൈവം അനുഗ്രഹം വെച്ചിരിക്കുന്നത്. 3500ഓളം അധ്യായ പേപ്പറിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. പക്ഷെ പഴയ നിയമം എഴുതിയപ്പോൾ ക്ലാരിറ്റി ഇല്ല പേപ്പറിന്. ആദ്യമായിട്ട് എഴുതിയപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. പുതിയ നിയമം എഴുതിയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതേണ്ടി വന്നു. പിന്നെ A4 പേപ്പർ മേടിച്ച് നല്ല പേന കൊണ്ടൊക്കെ അങ്ങനെ എഴുതാനിട വന്നു. അങ്ങനെ 66 പുസ്തകവും 14 മാസം കൊണ്ട് എഴുതി തീരെ ദൈവം സഹായിച്ചു. ദാവീദ് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം തേനിലേലും തേൻകട്ടയേക്കാളും മധുരമുള്ളതെന്നാണ്. ദൈവം ഇങ്ങനെ ഇനിയും എഴുതുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കാൻ. ഹാനോക്ക് ദൈവത്തോട് നടന്നു. അതുപോലെ നമുക്കും സമയം കിട്ടുന്നതനുസരിച്ച് ബൈബിൾ വായിക്കാനും ഇതിങ്ങനെ എഴുതി വെക്കാനും ഒക്കെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.